അല്പം ആഹ്ലാദത്തോടെയും അഭിമാനത്തോടെ ആയിരിക്കുമല്ലോ ഇത് പറഞ്ഞിട്ടുണ്ടാവുക. എന്താ അതിൽ ആഹ്ലാദിക്കാനുള്ളത്? കെജ്രിവാളിനെ ജയിലിലാക്കാൻ ഏറ്റവും ഉത്സാഹിച്ചത് അവിടെ കോൺഗ്രസ് ആയിരുന്നല്ലോ. ആദ്യം ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസ് അത് സ്വാഗതം ചെയ്യുകയും എന്തുകൊണ്ട് കെജ്രിവാളിനെ പിടിക്കുന്നില്ല എന്ന് ചോദിക്കുകയും ചെയ്തത് അങ്ങയുടെ ശ്രദ്ധയിലുള്ള കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ കെജ്രിവാളിനെ കൂടി അറസ്റ്റ് ചെയ്യണമെന്നല്ലേ അന്ന് ആവശ്യപ്പെട്ടത്? കെജ്രിവാളിനെതിരെ കേസ് കൊടുത്തത് അവിടുത്തെ PCC പ്രസിഡന്റ് തന്നെയായിരുന്നില്ലേ? ഒടുവിൽ BJP വഴി കോൺഗ്രസിൻ്റെ ആഗ്രഹം നടന്നു കിട്ടുകയല്ലേ ചെയ്തത്? ഇത് പക്ഷേ അനുഭവത്തിൽ നിന്നെങ്കിലും തിരുത്താൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ. കഴിഞ്ഞ 2 നിയമസഭാ സീറ്റിൻ്റെ അനുഭവമുണ്ട്. നേരത്തെ കോൺഗ്രസ് അവിടെ ഭരിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. പക്ഷേ 2 നിയമസഭാ സീറ്റുകളിൽ ഒരു സീറ്റ് പോലും നേടാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ നിലവിലവിടെ നിങ്ങൾ സീറ്റ് നേടാനാണോ ജയം, അല്ല BJPയെ ജയിപ്പിക്കാനുള്ള കൊട്ടേഷനാണോ എടുത്തിട്ടുള്ളത്? ആം ആദ്മി പാർട്ടി ആ സർക്കാരിനെ പറ്റാവുന്ന രീതിയിലൊക്കെ ആക്രമിച്ചുകൊണ്ടാണല്ലോ കോൺഗ്രസിൻ്റെ പ്രചരണം അത്രയും. മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിൻ്റെ മകനാണ് സന്ദീപ് ദീക്ഷിത് അരവിന്ദ് കെജ്രിവാളിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പദ്ധതികൾ ആയുധമാക്കിയാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ആം ആദ്മി സർക്കാരിനെ വേട്ടയാടുന്നത്. ഡൽഹി സർക്കാരിൻ്റെ വികസന പദ്ധതികൾക്കെതിരെയെല്ലാം കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചുകൊണ്ട് BJPക്കല്ലേ പരവതാനി വിരിക്കുന്നത്? അതല്ലേ ഡൽഹിയിൽ നമ്മളിപ്പോൾ കാണുന്നത്. നിങ്ങളെ കോൺഗ്രസ് നേതാവ്, നിങ്ങളെ നേതാവല്ല, ഞാൻ കോൺഗ്രസ് നേതാവാണെന്ന് ഉദ്ദേശിച്ചത്, നിങ്ങളതെന്നല്ല, അജയ് മാക്കൻ കേജ്രിവാളിനെ ദേശദ്രോഹി എന്നാണല്ലോ വിളിച്ചത്. അതും നിങ്ങളെ ശ്രദ്ധയിലുണ്ടാവുമല്ലോ. അപ്പോൾ ചോദിക്കാൻ നോക്കിയാൽ